ഹലോ ഫ്രണ്ട്സ്, ചിത്ര ഓഡിയോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമുക്ക് കഴിഞ്ഞ ദിവസം സർവീസിന് ഷോപ്പിൽ വന്ന ഒരു മിക്സറാണ്. ഒരു അഹൂജയുടെ കമ്പനിയുടെയാണ്. 5 ചാനൽ PA മിക്സർ MMX 555 എന്നാണ് അതിൻ്റെ മോഡൽ നമ്പർ. അതായത് 5 ചാനൽ മൈക്ക് കണക്ട് ചെയ്യാം, ആ കൂടെ തന്നെ 5 ചാനൽ ഓക്സ് കൊടുക്കാം. അങ്ങനെ ഒരു മിനി മിക്സറാണ്. ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ഓൺ ആവുന്നില്ല, പവർ ഓൺ ആവുന്നില്ല എന്ന് പറഞ്ഞ് ആണ് നമ്മുടെ കയ്യിൽ കസ്റ്റമർ തന്നത്. അതുപോലെ ഇത് ഈ പറഞ്ഞ പോലെ തന്നെ വേറൊരു ഷോപ്പിൽ നോക്കിയതാണ്. നോക്കി ആ കൂട്ടത്തിൽ ഇതുണ്ട്, ഇതിൻ്റെ സൈഡിലെ ഒരു കവറിങ് ഉള്ളതാണ്. ആ കവറിങ് ഒന്നും ഇല്ല. ഈ സ്ക്രൂ ഒന്നും ഇല്ലായിരുന്നു. ഇതിപ്പോൾ ഞാൻ ഇട്ടതാണ്. അന്നേരം അങ്ങനെ ഒരു സർവീസിന് കൊടുത്തിട്ട് അവിടെ ചെയ്യാതെ നമ്മുടെ കയ്യിൽ ചെയ്യാമെന്ന് ചോദിച്ച് കൊണ്ടുവന്നതാണ്. നമുക്ക് വരുന്ന കൂടുതൽ വർക്കുകളും ഇങ്ങനെ രണ്ടാമത് മറ്റു പലരും ഉപേക്ഷിച്ചിട്ട് ഇങ്ങനെ വരുന്നതാണ്. അതായത് അവർ നോക്കാതെ ഈ പല കംപ്ലൈൻറ്റുകളും പല വർക്കുകളും നമ്മളെ ചെയ്ത് കഴിയുമ്പോൾ അത് മനസ്സിലാകുന്നത് ഒരു ടെക്നീഷ്യന്മാരും അത് വേണ്ട രീതിയിൽ നോക്കുന്നില്ല എന്നുള്ളത്. അതായത് നിസ്സാര കംപ്ലൈൻറ്റുകളൊക്കെയാണ് പലതിനകത്തും വരുന്നത്. അവർ നോക്കാതെയാണ് അത് കൊടുത്തതെന്നാണ് എനിക്ക് മനസ്സിലായത്. എന്തായാലും നമുക്കിതൊന്ന് അഴിച്ചു നോക്കാം. അഴിച്ചു നോക്കിയിട്ട് ഇതിൻ്റെ കംപ്ലൈൻറ്റ് നോക്കി ഇത് കസ്റ്റമർക്ക് റെഡിയാക്കി കൊടുക്കണം. എന്തായാലും ഞാനത് ഉറപ്പ് പറഞ്ഞിരിക്കും. കാരണം വെച്ചാൽ ഈ ഓഡിയോ ആയിട്ട് ബന്ധപ്പെട്ട കംപ്ലൈൻറ്റുകൾ നമ്മുടെ കയ്യിൽ വരുന്നത് കസ്റ്റമർ അത് നമ്മൾ റെഡിയാക്കി കിട്ടും എന്നൊരു പ്രതീക്ഷയിലാണ് അവർ കൊണ്ടുവരുന്നത്. ഞാനതുകൊണ്ട് അവരോട് ഇത് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്, ഇത് റെഡിയാക്കി കൊടുക്കാമെന്ന്. കാരണം വെച്ചാൽ ഇതിനകത്ത് വലിയ കാര്യങ്ങളൊന്നും ഇല്ല. മൈക്ക് പ്രീയേ ഉള്ളൂ, പിന്നെ സെലക്ടർ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഉറപ്പുണ്ടായിരുന്നു ഇത് റെഡിയാക്കാൻ പറ്റുമെന്നുള്ളൊരു അങ്ങനെ ഒരു ഉറപ്പ് നമുക്കുണ്ട്. എന്നാലും നമുക്കൊന്ന് അഴിച്ചു നോക്കാവേ. ഇതാണ് നമ്മൾ സെറ്റ് അഴിച്ചെടുത്തേ. ഈ പാനൽ ഇങ്ങനെ ഇവിടെ സ്ക്രൂ ചെയ്തിരുന്നതാണ്. ഇങ്ങനെ നമ്മൾ സ്ക്രൂ അഴിച്ചു. പിന്നെ ഇതിനകത്ത് മൈക്കിൻ്റെ പ്രീ ബോർഡൊക്കെ കാണാം. എല്ലാം ട്രാൻസിസ്റ്ററാണ്. അഹൂജ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ട്രാൻസിസ്റ്റർ ഇട്ടാണ് ചെയ്യുന്നത്. ഐ സിയുടെ ഉപയോഗം അഹൂജയുടെ ഈ മിക്സറിനകത്തൊക്കെ വളരെ കുറവായിരിക്കും. ഉണ്ടോ, സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത്, പക്ഷെ നല്ല ക്ലാരിറ്റി ആയിരിക്കും. ഈ മിക്സറിനൊക്കെ നല്ല ഗെയിനുള്ളത്. അതിനകത്തൊരു ട്രാൻസ്ഫോമർ ഉണ്ട്, ഒരു പവർ സപ്ലൈക്കുള്ള ട്രാൻസ്ഫോമർ. പിന്നെ ഇത് ഈ സൈഡിലുള്ള ഒരു ബോർഡ് ഇരിപ്പുണ്ട്. ആ സൈഡിലൊരു ബോർഡ് ഒന്ന് എടുത്ത് നോക്കാം. ഇത് എനിക്ക് തോന്നുന്നു ഒരു പവർ സപ്ലൈയാണ്. അതായത് ഈ ട്രാൻസ്ഫോമറിൽ നിന്നുള്ള ഈ AC സപ്ലൈ വന്നിട്ട് ബ്രിഡ്ജ് റെക്ടിഫൈ ചെയ്ത് ഇവിടെ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പവർ സപ്ലൈയുടെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ബോർഡാണ് ഇത്. നമുക്കിതിലെ സപ്ലൈ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഒന്നും നോക്കിയില്ല, പവർ ഇൻഡിക്കേഷൻ കാണിക്കുന്നില്ല. അത് മാത്രമേ നമുക്കിപ്പോൾ അറിയത്തുള്ളൂ നിലവിൽ. നമുക്ക് അതിൻ്റെ സപ്ലൈ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതുണ്ടോ, ഇതാണ് അതിൻ്റെ പവർ കോഡ്. അതായത് ഒരു ചെറിയ വാട്സിലുള്ള ഒരു സാധനമാണെങ്കിൽ പോലും ഇതിലൊക്കെ തന്നെ നിസ്സാര ആംബിയർ എടുക്കുള്ളൂ. പക്ഷേ എന്നാലും ഈ അഹൂജയുടെ ഒക്കെ കോഡ് വെയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് സാധനമായിരിക്കും. നല്ല ലൂസ് ആകുമോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല കോഡ് വെയർ. നമുക്കൊന്ന് പ്ലഗ് ഇൻ ചെയ്ത് നോക്കാം. അത് പ്ലഗ് ഇൻ ചെയ്തിട്ടുണ്ട്. സപ്ലൈ സ്വിച്ച് ഓൺ ആക്കിയാലും ഇൻഡിക്കേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി നമുക്കൊന്ന് AC സപ്ലൈ ചെക്ക് ചെയ്യാം. മീറ്റർ കാണാമെന്ന് വിചാരിക്കുന്നു. ഈ ഗ്രീന് ഈ ബ്ലൂ ഇതാണ് ട്രാൻസ്ഫോമറിൽ നിന്ന് വരുന്ന AC ലൈന്. അത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പം ഒരു 9 വോൾട്ട് കാണിക്കുന്നുണ്ട്. നമുക്ക് കപ്പാസിറ്റർ ചെക്ക് ചെയ്യാം. കപ്പാസിറ്റർ ചെക്ക് ചെയ്യുമ്പോൾ വോൾട്ട് കാണിക്കുന്നില്ലെന്ന് മാത്രമല്ല, അതായത് 37 ഓംസിൽ ഷോർട്ടിങ് കാണിക്കുക, സപ്ലൈ വരുന്നില്ല. ഇതാണ് 4 ഡയോഡ്, ബ്രിഡ്ജ് ഡയോഡ്. ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിൻ്റെ ഔട്ട്പുട്ട് നോക്കിയാൽ അതിലൊരു 8 വോൾട്ട് 8.3 വോൾട്ട് കാണിക്കുന്നുണ്ട്. അന്നേരം തന്നെ എന്തോ പ്രശ്നമുണ്ട്. കാരണം വെച്ചാൽ AC 9 വോൾട്ട് കാണിക്കുന്നു, DC ഔട്ട്പുട്ട് 8 വോൾട്ടും കാണിക്കുന്നു. അന്നേരം തന്നെ അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബ്രിഡ്ജ് സെക്ഷനോ അല്ലെങ്കിൽ ഫിൽറ്ററിങ് സെക്ഷനോ എന്തോ കംപ്ലൈൻ്റ് ഉണ്ട്. ഇനി അതോ ഔട്ട്പുട്ടിൽ ഷോർട്ടിങ് ആയിട്ടാണോ എന്നും അറിയത്തില്ല. അന്നേരം നമുക്കത് ഇനി നമ്മൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് ഒന്ന്, അതായത് ഇതിൽ നിന്ന് പോകുന്ന സപ്ലൈ ഒന്ന് വിടിയിപ്പിച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, അങ്ങനെ നോക്കാവേ.
ഓക്കെ, ഇതിപ്പോൾ നമ്മൾ അതിൻ്റെ ഔട്ട്പുട്ട് ഏതായതുകൊണ്ടോ ഈ ലൈന് നമുക്ക് വിടിപ്പിച്ചിട്ടു. അത് വിടിപ്പിച്ചിട്ടിട്ട് ഇനിയിപ്പോൾ നമുക്ക് സപ്ലൈ ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. ഇതാണ് ഇല്ല കേട്ടോ, എന്നിട്ടും ആ 8 വോൾട്ട് തന്നെ ഉള്ളൂ. ഔട്ട്പുട്ടിൻ്റെ അല്ല പ്രശ്നം. ഇനിയും നോക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഈ അത്ര കമ്പോണൻസ് ഒന്നും ഇല്ല. ഇതുകൊണ്ടോ ഇത്രയും കപ്പാസിറ്റർ നിൽപ്പുണ്ട്. അത് ഇതുണ്ടോ ഇവരുടെ ഒരു റെസിസ്റ്റൻസ് ചൂടാവുന്നുണ്ട് കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ ചൂട് വന്നു, ഞാൻ ഓഫ് ചെയ്തു. ഇതുണ്ട്, ഈ റെസിസ്റ്റൻസ് ചൂടാവുന്നത്. ഇത് ഒരു ലോ വാല്യൂ ആണ്. അതെനിക്ക് തോന്നുന്നു 330 ഓംസാണ്. ഓറഞ്ച് ബ്ലാക്ക് 330 ഓംസാണ്. അന്നേരം അത് ചൂടാവുന്നുണ്ട്. അന്നേരം അതിൻ്റെ പ്രിൻ്റ് പോകുന്നത് ഇത് ഈ കപ്പാസിറ്ററിലോട്ട് 3 കപ്പാസിറ്റർ പാരലായിട്ട് ഇട്ടിരിക്കുവാണ്. അന്നേരം ഇനി കപ്പാസിറ്റർ ഷോർട്ട് ആണോ എന്നുള്ളത് നോക്കണം. പക്ഷെ കണ്ടിട്ടത് അങ്ങനെയൊന്നും തോന്നുന്നില്ല. എന്തായാലും ഞാൻ കപ്പാസിറ്റർ ഒന്ന് ഓപ്പൺ ചെയ്യട്ടെ. ഓക്കെ, ഇതേ ഉണ്ടോ 3 കപ്പാസിറ്റർ ഞാൻ ഓപ്പൺ ചെയ്തേ. ഇനി അത് നമുക്ക് ഒന്ന് മീറ്ററിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഇതൊരു ഷോർട്ടിങ് കാണിക്കുന്നുണ്ട്. നമുക്ക് മറ്റേത് നോക്കട്ടെ. ഇത് പ്രശ്നമില്ല. ഇതും പ്രശ്നമില്ല. ഇതുണ്ടോ ഒരു കപ്പാസിറ്റർ, ഇതുണ്ടോ ഇതിനെ കണ്ടു കഴിഞ്ഞാൽ എന്നാ പറയുന്നത്, ഒരു പ്രശ്നങ്ങളും ഇല്ല. കണ്ടാൽ നല്ല ക്ലീൻ ആയിട്ടിരിക്കുന്നു. പക്ഷേ ആ സാധനം ഷോർട്ടാണ്. ഇതുണ്ടോ നിങ്ങൾ മീറ്റർ കാണാമോ? കണ്ടോ 1 ഓംസ് ഷോർട്ടാണ്. ഇതിന് നമുക്കൊന്ന് കണ്ടിന്യൂറ്റി ടെസ്റ്റ് ആയാലും കൂടെ ജസ്റ്റ് നോക്കട്ടെ. ഓക്കെ ഇതുണ്ടോ ഷോർട്ടായ സാധനം. അങ്ങനത്തെ കംപ്ലൈൻറ്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിലൊക്കെ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ വേറെ ഐറ്റത്തിലൊക്കെയാണ് ഇച്ചിരി പാടായിരിക്കും കണ്ടുപിടിക്കുക. ഇതുണ്ടോ ഷോർട്ടായിരുന്നു. ഈ കപ്പാസിറ്റർ ഷോർട്ടാണ്. നമുക്കൊന്ന് മാറി നോക്കാവേ. ഞാനിത് 3 കപ്പാസിറ്റർ എടുത്തിട്ടുണ്ട്. ഓക്കെ, 470/25 കപ്പാസിറ്ററിൻ്റെ വാല്യൂ. അത് ഞാനിത് 3 പുതിയത് ഇട്ടിട്ടുണ്ട്. നമുക്കൊന്ന് സോൾഡർ ചെയ്തിട്ട് നോക്കാം. ഓക്കെ, നമ്മൾ ആ ബോർഡൊക്കെ അവിടെ കറക്റ്റ് വെച്ച് മുറുക്കി. ഒരു കാര്യം ഇവിടെ പറഞ്ഞോട്ടെ, ഇതുകൊണ്ട് ഇതിനകത്ത് കുറേ സെലക്ടർ സ്വിച്ച് ഉണ്ട്. അതായത് ഓക്സും മൈക്കുമായിട്ട് സെലക്ട് ചെയ്യുന്ന സെലക്ടർ സ്വിച്ച്. അതെല്ലാ ചാനലിലും 1, 2, 3, 4 ചാനലിനുണ്ട്. 5 ചാനലിനുണ്ട്. അന്നേരം ഈ നമ്മൾ ഇതുപോലുള്ള സെറ്റുകൾ ചെയ്യുമ്പം ഇതെല്ലാം WD-40 അതുപോലെ എന്തെങ്കിലും ഒരു ലിക്വിഡ് വെച്ച് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ അടയ്ക്കാവുള്ളൂ കേട്ടോ. അന്നേരം അത് പെർഫെക്റ്റ് ആവും. പിന്നെ ഈ കൺട്രോളിനകത്തും കൺട്രോൾ ഓയിലോ അല്ലെ അതുപോലെ ഇത് WD-40 അടിച്ചാൽ മതി. ഞാനങ്ങനെ സാധാരണ ചെയ്യുന്നത്. അങ്ങനെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിനിപ്പോൾ സ്ക്രൂ ചെയ്ത് അടയ്ക്കാം. നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ നോബെല്ലാം നമ്മൾ പുതിയ ഇട്ടതാണ്. ഈ നോബൊന്നും ഇതിലില്ലായിരുന്നു. നോബെല്ലാം നമ്മൾ പുതിയ ഇട്ടതാണ്. പിന്നെ ഈ ഫ്രണ്ട് പാനലെല്ലാം നല്ല നമ്മൾ ക്ലീൻ ചെയ്തു. പിന്നെ വേറൊരു കാര്യം ഇതിൻ്റെ പറയാനുള്ളത്, ഇതിൻ്റെ സൈഡിലെ 2 ഇതുണ്ടായിരുന്നു. ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറിങ് ഉണ്ടായിരുന്നതാണ്. ഇത് ഈ കസ്റ്റമർ നമ്മുടെ കയ്യിൽ തന്നിട്ടില്ല. ഇങ്ങനെയാണ് കൊണ്ടുവന്നേക്കുന്നത്. ആദ്യം ഞാൻ കയ്യിൽ ഇത് സർവീസിന് കിട്ടുമ്പോൾ അത് അങ്ങനെ അത്രയാണ് എന്നാണ് നമ്മളും വിചാരിച്ചത്. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ ഈ ഫോട്ടോ ഗൂഗിളിൽ കൊടുത്തപ്പോഴാണ് അങ്ങനൊരു സാധനം ഇതിനകത്തുണ്ടെന്ന് മനസ്സിലായത്. എനിക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഗ്യാപ്പ് വന്നതുകൊണ്ട് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഒരു സാധനമുണ്ട്. പിന്നെ ഈ 2 സ്ക്രൂ ചെയ്യാനുള്ള 2 ഹോളും ഇവിടെ കാണുന്നു. അതുകൊണ്ട് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. എന്തായാലും അതൊക്കെ ഇപ്പോൾ സെറ്റ് വർക്കിംഗ് ആണ്. നമുക്കൊന്ന് മൈക്ക് കൊടുത്ത് നോക്കാം. മൈക്ക് നമ്മൾ ആദ്യത്തെ പോയിന്റ് കൊടുത്തു. ഒരു ആംപ്ലിഫയർ ഒരു ബോർഡിലോട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ചെക്കിങ്ങിനുള്ള ഒരു ബോർഡിലോട്ടാണ് ഓഡിയോ ഔട്ട്. കേൾക്കുന്നുണ്ട്. അതുപോലെ രണ്ടാമത്തെ ചാനൽ ഓക്കെയാണ്. മൂന്നാമത്തെ ചാനൽ ഓക്കെയാണ്. 4 ഓക്കെയാണ്.
അഞ്ചും ഓക്കെയാണ്, എല്ലാ ചാനലും ഓക്കെയാണ്. ഹലോ ചെക്ക്, ഹലോ. വർക്ക് നമ്മൾ കംപ്ലീറ്റ് ആക്കിയേക്കാണ്. പിന്നെ ഓക്സ് നമുക്ക് ഇവിടെ കൊടുക്കാം. മിക്സർ എന്ന് പറയാമെന്ന് ചോദിച്ചാൽ യഥാർത്ഥ മിക്സർ അല്ല. മിക്സറിൽ നമുക്ക് ഓഡിയോയും ഗെയിനും എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കൺട്രോൾ കാണും. ഇതൊരു ചെറിയ വർക്കിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു 2-3 മൈക്ക് ഇങ്ങനെ കൊടുക്കാം. ആ കൂട്ടത്തിൽ തന്നെ ഒരു ഇൻപുട്ടും കൊടുക്കാം. എന്നിട്ട് വോളിയം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ ഒരു ഡിവൈസാണ്. ഇതിനുണ്ട് ഓക്സിന് ഹൈയും ലോയും ഇൻപുട്ടിന്റെ ഒരു സെലക്ടർ സ്വിച്ച് ഒക്കെ ഉണ്ട്. അതെല്ലാ ചാനലിനും ഉണ്ട്. അത് എന്തായാലും നല്ലൊരു കുഞ്ഞൻ മിക്സറാണിത്. നല്ല ക്യൂട്ടായിട്ടിരിക്കുന്നു. ചെറിയ വർക്കിനൊക്കെ നല്ല കൊള്ളാവുന്ന രീതിയിലുള്ള ഒരു മിക്സറാണിത്. ഓക്കെ, ഇതുപോലുള്ള മിക്സറിന്റെ വർക്കും ഇതുപോലുള്ള വേറെ വർക്കുകളും നമ്മൾ ഇനി ചെയ്യുന്നത് നമുക്ക് വരുന്നതല്ല. ഇത് ടൈം കിട്ടുന്നതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാം വീഡിയോ എടുക്കാനൊന്നും സമയം കിട്ടാറില്ല. നമ്മൾ ചിലപ്പോൾ ചെയ്ത് പകുതിയായി കഴിയുമ്പോഴായിരിക്കും വീഡിയോ എടുക്കുന്ന കാര്യം വിചാരിക്കുന്നത്. എന്നാലും പിന്നെ നമ്മളത് എടുക്കാറില്ല. അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ടൈം കിട്ടുന്ന പോലെയൊക്കെ നമ്മൾ വീഡിയോ ഇടും. എഡിറ്റിങ്ങിന് സമയം കിട്ടുന്ന പോലെ നമ്മൾ ചെയ്യും. ഓക്കെ, പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.